Alexa, who is our principal? Dr. Sunil TT, Principal of College of Engineering Attingal. Hello all, welcome to IEDC College of Engineering Attingal. Today, here we are before you to introduce our second project, that is home automation system using our virtual assistants. The target of this project is to automate our IEDC cell room. So here we are having Govind SR. He is our executive member. Now he will be explaining all the functionalities of this project. So on moving to Govind, ആദ്യം തന്നെ ഗോവിന്ദിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. Who are you? Can you please introduce yourself? എൻ്റെ പേര് ഗോവിന്ദ് SR. ഞാൻ ഇപ്പോൾ S1 CS ഇപ്പോൾ S2 ആയി സെമിസ്റ്റർ സെക്കൻഡിലെ സ്റ്റുഡൻ്റ് ആണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ IEDC എക്സിക്യൂട്ടീവ് മെമ്പർ കൂടെയാണ്. ഇതൊക്കെ തന്നെയാണ് ഏകദേശം ഇൻട്രസ്റ്റും. അപ്പം So this is about Govind നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഹീ ഈസ് അവർ എക്സിക്യൂട്ടീവ് മെമ്പർ. സോ നമ്മുടെ കോളേജിൽ DIP എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷൻ പ്ലാറ്റ്ഫോം. സോ ആ പ്ലാറ്റ്ഫോമിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഗോവിന്ദ് ഈ ഒരു പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് വി ഡു ഇസ് നമ്മൾ ഒരു പ്രൊജക്ട് കിട്ടിയാൽ ആ പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ thereby they can develop their project. സോ അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. സോ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ വെക്കുന്നത് എവിടെയാണ്? IEDC സെൽ റൂമിൽ. ഓക്കെ, സോ IEDC സെൽ റൂമിൽ നമ്മൾ എങ്ങനെ വെക്കാനായിട്ടാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കോ? ഓക്കെ, IEDC സെൽ റൂമിൽ നമ്മളൊരു അവിടെ ഇതിന് വേണ്ടി ഒരു ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്യും. അതിന് കൂടാതെ അവിടുത്തെ ലൈറ്റും ഫാനും കൺട്രോൾ ചെയ്യുക, വോയിസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക, ആർക്ക് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അതായത് ആ റൂമിലേക്ക് ആക്സസ് ഉള്ള ആർക്ക് വേണമെങ്കിലും നിലവിൽ കൺട്രോൾ ചെയ്യാം. നമുക്ക് വോയിസ് നമുക്ക് അതിന് എന്താ പറയുക കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസും ചെയ്യാം. ഒരാളുടെ വോയിസ് അല്ലെങ്കിൽ കുറച്ച് പേരുടെ വോയിസ് മാത്രം കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെയാണ് ഈ പ്രോസസ്സ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബിക്കോസ് കോവിഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ സ്വിച്ചസിലൊക്കെ ഇപ്പോൾ ഒരു കോവിഡ് പേഷ്യൻ്റ് ആണ് ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ വൈറസ് ഒക്കെ അതിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടച്ച്ലെസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലോട്ട് പോയത്. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ ആയിരുന്നു. സോ അവിടെ എന്ന് പറയുന്നത് നമ്മൾ കൈ തൊടണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ നിയർലി പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ സാനിറ്റൈസർ പമ്പ് ചെയ്യുന്നതായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് പ്രോജക്റ്റ് ഇസ് ഹോം ഓട്ടോമേഷൻ. വൈ വി സെലക്ടഡ് ഇറ്റ് വാസ് ബിക്കോസ് കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി സ്വിച്ച് തൊടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ വോയിസ് ത്രൂ കമാൻഡ് കൊടുത്താൽ ലൈറ്റ്സ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. സോ ആ ഒരു അങ്ങനെ ഒരു ഫങ്ഷനാലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. സോ ഗോവിന്ദ്, നമുക്ക് ഇതിനെ കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ നമ്മുടെ യൂസ്? ഓക്കെ, ഇതിന് മെയിനായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ചെയ്യുന്നത് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഹെൽപ്പോടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന റാസ്ബെറി പൈ 4B മോഡലാണ് 2GB റാമിൻ്റെ. ഇപ്പം അലക്സയുടെ ഇൻപുട്ട് അലക്സയാണ് ഉപയോഗിക്കുന്നത്. അതിൽ TTS സ്പീച്ച് ഇൻപുട്ട് എടുത്തതിന് ശേഷം അതിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് ടെക്സ്റ്റിന് അത് പ്രോസസ് ചെയ്യുന്നതിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പം ലൈറ്റ് ഓൺ ആക്കാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലൈറ്റ് ഓൺ ആക്കാനുള്ള പ്രോഗ്രാം തിങ്ക് ചെയ്ത് അത് പ്രവർത്തിച്ച ശേഷം അതൊരു ഔട്ട്പുട്ട് നോട്ടിഫിക്കേഷൻ സൗണ്ട് പോലെ ഒരു ഔട്ട്പുട്ട് സൗണ്ട് നമുക്ക് തരുന്നതാണ്. സെൻഡിങ് ദം ടു ഇഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറയാം. അതായത് IFTTT എന്നൊരു പ്ലാറ്റ്ഫോം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് IoT പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വെബ്ഹൂക്സ് എന്നൊരു സിസ്റ്റം API ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്താണ് ബ്ലിങ്ക് എന്ന ആപ്പിൻ്റെ സഹായത്തോടെ ബ്ലിങ്ക് സെർവറിൽ നമ്മൾ കൊണ്ടുപോയി ഈ മെസ്സേജ് ലൈറ്റ് ഓൺ ആക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്ലസ് പോസിറ്റീവ് വാല്യൂ എന്നുള്ള രീതിയിൽ 1 എന്നൊരു വാല്യൂ കൊണ്ടിടുന്നു. ആ വാല്യൂവിനനുസരിച്ച് ലൈറ്റ് ഓൺ ആവുന്നു. ഇപ്പോൾ ടേൺ ഓഫ് ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ 0 എന്ന വാല്യൂ കൊണ്ട് അത് ഈ അലക്സ ഇടുന്നു. അതിനനുസരിച്ച് അവിടെ ലൈറ്റ് ഓഫ് ആവുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ പ്രോസസ്സ്. ഇതിൻ്റെ സെക്കൻഡ് ഒരു സെക്ഷൻ ആയിട്ടാണ് ആ സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നത്. സോ നമ്മുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത് ഈ സെക്ഷൻ ആണ്. സോ ഇതാണ് നമ്മുടെ അലക്സ. സോ ഗോവിന്ദ് ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. Can you please Alexa trigger turn on the light. Sending that to IFT. So here you can see light is on. നമ്മൾ ഒരു സ്വിച്ചും അമർത്തിയിട്ടില്ല, ഒരു സ്ഥലത്തും നമ്മൾ സ്വിച്ച് ഇട്ടിട്ടില്ല. ഒരു പ്ലഗ് പോയിന്റിൽ ഓൾറെഡി ഇത് കണക്റ്റഡ് ആണ്.
നമ്മൾ എപ്പോഴാണോ വോയിസ് ത്രൂ ഇൻപുട്ട് കൊടുക്കുന്നത് ആ ടൈമിൽ നമുക്ക് ഇവിടുത്തെ ലൈറ്റ്സ് ഓൺ ആയിരിക്കുകയാണ്. Alexa, trigger turn off the light. Sending that to IFT. So now the light is turned off. So whenever നമ്മൾ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ലൈറ്റ്സ് ടേൺ ഓൺ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവുകയും അതുപോലെ തന്നെ ലൈറ്റ്സ് ഓഫ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ ലൈറ്റ്സ് ഓഫ് ആവുകയും ചെയ്യും. So this is the speciality of our model. Alexa, trigger turn on the light. Sending that to IFT. അങ്ങനെ നമുക്ക് ഹോം ഓട്ടോമേറ്റഡ് ചെയ്തിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഏതൊരു ഡിവൈസും ഇതുപോലെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ടെസ്റ്റിംഗ് ഫേസിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് റിയലി പ്രാക്ടിക്കലി നമ്മുടെ കോളേജിൽ നെക്സ്റ്റ് സീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കോളേജിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഇത് ഇംപ്ലിമെന്റഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോളേജിന്റെ IDC സെല്ലിന്റെ റൂമിലാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വേറെ കുറച്ച് ഫംഗ്ഷനാലിറ്റീസ് ലൈക്ക് നമുക്ക് ഇതിനകത്തുള്ള മേജർ കമ്പോണൻസ് ഫസ്റ്റ് ഗോവിന്ദ് നേരത്തെ പറഞ്ഞു റാസ്ബെറി പൈ 4 ആണ്. അത് 2GB ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പീക്കർ ത്രൂ ആണ്, പിന്നെ മൈക്ക് ഉണ്ട്. ദെൻ നമ്മുടെ ഈ ഒരു പാർട്ടിൽ അതായത് നമ്മുടെ ലൈറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ നോഡ് MCU ആണ്. ഓക്കെ, സോ നോഡ് MCUം റിലേസും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സർക്യൂട്ട് ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. സോ നോഡ് MCUന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോഡ് MCU എന്ന് പറയുന്നത് ESP8266 എന്ന് പറയുന്ന ഒരു ചിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള വൈഫൈ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക PCB ആണ്. ഈ PCB എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി GPIO പിൻസ് കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷനാലിറ്റി. മറ്റേ 2 ഇൻപുട്ട് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ 2 ഇൻപുട്ട് സ്വീകരിക്കാൻ പറ്റുന്നിടത്ത് 8 ഇൻപുട്ട് വരെ സ്വീകരിക്കാൻ പറ്റുന്ന ഇതാക്കി മാറ്റുന്നത് ഈ നോഡ് MCU എന്ന ബോർഡാണ് ESP8266. അതൊരു വൈഫൈ മൊഡ്യൂളാണ്. വൈഫൈ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് IoT പ്ലാറ്റ്ഫോംസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ ചീപ്പായിട്ട് നമുക്ക് പ്രോജക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നോഡ് MCUലാണ്. ആൻഡ് നമ്മുടെ ഈ ഒരു ഹോൾ പ്രൊജക്റ്റിന് നമുക്കുണ്ടായ കോസ്റ്റ് എത്രയും നമ്മൾ പറഞ്ഞു. കോസ്റ്റ് ഏകദേശം നമുക്ക് ഈ റാസ്ബെറി പൈക്ക് മാത്രമായിരിക്കും കോസ്റ്റ് വന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏകദേശം 2 മുതൽ 3000 രൂപ വരെ ഐ തിങ്ക് 3K അടുപ്പിച്ച് വന്നത് നമ്മളെ റാസ്ബെറി പൈക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ നോഡ് MCU ആ സെക്ഷൻ എന്ന് പറയുന്നത് ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിരുന്നത് 600 മുതൽ 700 രൂപ വരെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നിലവിൽ നിങ്ങൾ ലൈറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് 8 ഡിവൈസ് കണക്ട് ചെയ്യാം. 8 ഡിവൈസ് സത്യത്തിൽ ഒറിജിനലി കൊമേഴ്ഷ്യലി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന തുകയെന്ന് പറയുന്നത് ഏകദേശം 5000 എബോവ് വരും. ആ 8 ഡിവൈസ് മാത്രം വെറുതെ ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ. അത് അലക്സയായിട്ട് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റവും ഉണ്ട്. ബട്ട് അത് ഉള്ളത് വാങ്ങുമ്പോൾ അതിൽ കൂടുതൽ തുകയാവും. അത് നമ്മൾ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് DIY ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ്. ഓക്കെ, നമ്മൾ ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിർച്വൽ അസിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ IDC റൂമിനകത്ത് കയറിയിട്ട് നമുക്ക് എന്ത് ചോദിച്ചാലും ലൈക്ക് അലക്സ വാട്ട് ഈസ് ദ ടൈം നൗ? It's 7:14 PM. സോ നമ്മൾ ടൈം ചോദിച്ചാൽ ടൈം പറയും. അതുപോലെ തന്നെ നമുക്ക് എന്തൊരു അസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിലും അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ 2 യൂസ് ആണ് വരുന്നത്. ഒരെണ്ണം നമുക്ക് കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്തും ടച്ച് ചെയ്യാതെ നമുക്ക് ലൈറ്റ്സും ഫാനും ഓൺ ആൻഡ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ന്യൂസ് കേൾക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ്സ് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ടൈം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പലതും നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒരു വോയിസ് ത്രൂ കമാൻഡ് കൊടുത്താൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് അത് റിസൾട്ട്സ് തരുന്നതായിരിക്കും. സോ ദിസ് ഈസ് അബൌട്ട് അവർ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് അവർ പ്രോജക്റ്റ്. റൈറ്റ്, ഗോവിന്ദിന് എന്തെങ്കിലും നമ്മുടെ യൂസേഴ്സിനോട് പറയാനായിട്ടുണ്ടോ? ലൈക്ക് ഫോർ അവർ ഇൻസ്പയറിംഗ് entrepreneurs and inspiring young students, എങ്ങനെ അവർക്ക് ഇത് കൂടുതൽ ബെനിഫിഷ്യൽ ആക്കാൻ പറ്റും ഈ ഒരു ടെക്നോളജി? സോ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ സ്കൂൾ സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ സ്കൂൾ പ്രോജക്ട്സിന് കൂടുതൽ ഉപയോഗമായിരിക്കും. കാര്യം അതൊരു സ്കൂൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം
അവർ കാണാത്ത ഒരാളോട് സംസാരിക്കുന്നത്, കമ്പ്യൂട്ടറിനോട് സംസാരിക്കുകയാണ്, കമ്പ്യൂട്ടറാണ് ഉത്തരം പറയുന്നത്. അതൊക്കെ ഒരു ഐ മീൻ നമ്മുടെ കാര്യത്തിൽ എന്തായാലും അതൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ആരോടൊന്നില്ലാതെ സംസാരിക്കുന്നു. പല കുട്ടികളും പണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, റാസ്ബെറി പൈ ഇരിക്കുന്ന സമയത്ത് ഇത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീന് കാണുന്നുണ്ട്, കമ്പ്യൂട്ടർ എവിടെ, ഐ മീൻ CPU എവിടെ ഇല്ലാതെ കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും പഠിക്കുന്നത്. എക്സ്പ്ലോർ ചെയ്യുക, പഠിക്കുക. So this is just a stepping stone to the world of IoT. Actually Internet of Things എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫുഡ് സ്റ്റെപ്സ് വെച്ചത് മാത്രമേ ഉള്ളൂ. So this is Shafiq signing out. So bye. Then നമ്മുടെ this is our second project. ഇനി നമുക്ക് projects വരുന്നുണ്ട്. So stay tuned. Thank you all. ഹലോ ഗൈസ്, സോ നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്, ഹോം ഓട്ടോമേഷൻ യൂസിങ് വിർച്വൽ അസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് IDC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങലിൻ്റെ IDC സെല്ലിൻ്റെ റൂമിലാണ്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് IDC സെല്ലിൻ്റെ റൂമിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ട്രയൽ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഈ ഒരു ബോക്സ് ആണ് നമ്മുടെ അലക്സ. സോ whenever Hey Alexa, what is the time now? It's 1:27 p.m. So now the time is 1:27 p.m. So അത് നമ്മുടെ Alexa പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. Hey Alexa, who is our principal? Dr. Sunil TT, Principal of College of Engineering, Attingal. So ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പലിന്റെ പേര് ചോദിച്ചപ്പോൾ നമ്മുടെ പ്രിൻസിപ്പലിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് തന്നെ ഹോം ഓട്ടോമേഷൻ ആണ്. സോ നമുക്കൊന്ന് ഓട്ടോമേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കിവിടെ ഒരു ഫാൻ ഉണ്ട്. സോ നമുക്ക് ഫാനോട് ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഓട്ടോമേറ്റഡ് ആക്കി നോക്കാം. ഹേ അലക്സ, trigger turn on the light. Sending that to it. So you can see നമ്മുടെ ലൈറ്റ് ഓൺ ആയിരിക്കുകയാണ്. നമ്മുടെ കൈകളൊന്നും യൂസ് ചെയ്തിട്ടില്ല, സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. ഇറ്റ് ഈസ് ഓട്ടോമേറ്റഡ്. സോ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി നമ്മൾ സ്വിച്ച് ഇടുമ്പോഴും ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും നമ്മുടെ കൈകൾ അവിടെ തൊടുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇഫ് ആരെങ്കിലും കോവിഡ് പേഷ്യൻസ് അവിടെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈറസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ ടച്ച്ലെസ് ആക്കിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് നോക്കാം. വിത്തൗട്ട് ടച്ചിങ് എനിവെയർ നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും ത്രൂ അവർ സ്പീച്ച്. ഹേ അലക്സ, trigger turn off the light. Sending that to it. സോ നമ്മൾ ഒരു സ്ഥലത്തും തൊടാതെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. അലക്സ, trigger turn on the fan. Sending that to it. So you can see ഇവിടെ നമ്മളിപ്പോൾ ഫാൻ ഓൺ ആക്കിയിരിക്കുകയാണ്. സോ ഗൈസ്, നമുക്ക് ഇനി ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. സോ ഫാൻ ഓഫ് ചെയ്യുന്ന കമാൻഡ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. Alexa, trigger turn off the fan. Sending that to it. സോ ഇവിടെ നമുക്കറിയാം നമ്മുടെ കണ്ടോ നമ്മുടെ ഫാൻ ഓഫ് ആയിരിക്കുകയാണ്. സോ ഇതേപോലെ നമുക്ക് ഏത് ഡിവൈസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ IDC റൂമിൽ ആകെപ്പാടെ ഉള്ളത് ലൈറ്റും ഫാനും ആണ്. സോ ഇത് രണ്ട് നമ്മളിപ്പോൾ ഓട്ടോമേറ്റഡ് ആക്കിയിരിക്കുകയാണ്. This is a project of Innovation Entrepreneurship Development Cell, College of Engineering, Attingal. So thereby we conclude our program. So we have done the second project also. Thank you all for watching this.
Keep supporting us.